സംരക്ഷിക്കാൻ ആളില്ലാതെ കൊടിയ ദുരിതത്തിലേക്ക് നീങ്ങുകയാണ് കാസർകോട്ടെ എൻഡോസൾഫാൻ ഇരകൾ. പല കുടുംബങ്ങളിലും ഭിന്നശേഷിക്കാരായ ഇരകളുടെ സംരക്ഷകർ രോഗബാധയില്ലാത്ത അമ്മമാരോ സഹോദരിമാരോ ആണ്. അവർക്കെല്ലാം പ്രായമായി വരികയാണ്. സംരക്ഷകരുടെ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങുന്നതോടെ ചലനശേഷി പോലും ഇല്ലാത്ത കുറേ മനുഷ്യജീവികളുടെ അതിജീവനം ചോദ്യചിഹ്നമായി മാറും. ദുരിതബാധിതരെ ചേർത്തു പിടിക്കാൻ ആരംഭിച്ച സഹജീവനം സ്നേഹഗ്രാമം പദ്ധതിയാകട്ടെ തുടങ്ങിയത് തന്നെ നിലച്ചിരിക്കുകയാണ്. UDF സർക്കാരിന്റെ ഇടക്കാല ബജറ്റ് കനിയുമോ എന്ന് കാത്തിരിക്കുകയാണ് ഈ മനുഷ്യർ. ഇപ്പം ഈ എല്ലാ കഷ്ടവും അനുഭവിക്കുന്നതുകൊണ്ട് ഇനി മുന്നോട്ടേക്കുള്ള ജീവിതമേ വേണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നുണ്ട്. നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഒരു ഇതും ഇല്ല, സർക്കാരിൻ്റെതായതും ഇല്ല, നമുക്കായാലും ഒരു വരുമാനവും ഇല്ല. അതുകൊണ്ട് എന്തിനാ ജീവിക്കുന്നതെന്നാണ് ഒറ്റ ഇത് കാസർഗോഡ് എടനീരിലെ ഫാത്തിമ. എൻഡോസൾഫാൻ രോഗബാധിതരായ 4 സഹോദരന്മാരാണ് ഫാത്തിമയ്ക്ക്. ബുദ്ധിവൈകല്യമുള്ള 4 മനുഷ്യരെയും ഇക്കാലം അത്രയും പോറ്റി. പക്ഷെ പ്രായമാകുന്നു. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സ്വന്തമായി ഒന്നും ചെയ്യാനാകാത്ത സഹോദരങ്ങൾക്ക് ആരുണ്ടെന്ന ആദിയാണ് നെഞ്ചിൽ. പ്രായമായിക്കൊണ്ട് വരുന്ന അവർക്കും പ്രായമാണ്, ഞമ്മക്കും പ്രായമാണ്. പിന്നെ ഉമ്മക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അവരെ കാര്യം. ഉമ്മക്ക് ആണെങ്കിൽ ഡിസ്കിൻ്റെ ഇതെല്ലാമായിട്ട് പ്രശ്നം. അതിൻ്റെ കൂടെ ഒന്നും കിട്ടുന്നില്ല ഇവർക്ക്, മരുന്നില്ല. ഒരുത്തനാണെങ്കിൽ സ്ഥിരം മരുന്ന് ഇൻസുലിൻ്റെ എടുക്കണം 2 നേരം. പിന്നെ വേറൊരു ആനുകൂല്യം കിട്ടുന്നില്ല. പെൻഷനാണെങ്കിൽ ഇപ്പോൾ മുടങ്ങിയിട്ട് 3 മാസമായി വരാത്ത. പിന്നെ വികലാംഗ പെൻഷന് വന്നെങ്കിലാണ് നമ്മളെ ചിലവെല്ലാം നടക്കുന്നത്. മറ്റു ചില വേറൊരു വരുമാനവും ഇല്ല. ഉപ്പ മരിച്ചിട്ട് ഇപ്പോൾ 2 വർഷമായി. ഉപ്പ ഉണ്ടാകുമ്പോൾ ഉപ്പ കയ്യിൽ നിന്ന് എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടായിരുന്നു. ഇപ്പം ആ വരുമാനമില്ല. ഇപ്പം നമുക്കായിട്ടൊരു വരുമാനമില്ല, ഒന്നുമില്ല. ഈ സ്ഥലം പുറയുള്ളതല്ലോ. പെൻഷൻ കിട്ടിയാൽ നമ്മളെ ജീവിതം. അതിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് അസുഖം പിടിച്ചാൽ നമുക്ക് കൊണ്ടുപോയാൽ തന്നെ സർക്കാർ ആശുപത്രിയിൽ നിന്ന് എല്ലാ മരുന്നും കിട്ടുന്നുമില്ല. പനിക്കോ ഇങ്ങനെ വല്ല മരുന്നും കിട്ടിയും കാര്യം, മരിച്ചാലും ഒരു മരുന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് നമുക്ക് കഷ്ടമാണ്. അപ്പോൾ അത് മൊത്തത്തിൽ ഇപ്പോൾ സർക്കാർ ഇവരെ ഏറ്റെടുത്താലേ എന്തെങ്കിലും പറയാൻ പറ്റും. ഫാത്തിമയെ പോലെ നിരവധി പേരുണ്ട് സങ്കട ജീവിതം അടക്കിപ്പിടിച്ച് കാസർഗോഡൻ ഗ്രാമങ്ങളിൽ. കുടുംബത്തിലെ രോഗി പരിചരണം എന്നതിൽ കുരുങ്ങി ഉപജീവനത്തിന് മറ്റു വഴികളില്ലാതെ ദുരിത ജീവിതത്തിൽ പെട്ടുപോയവർ. തങ്ങളില്ലാ കാലം ഈ ജീവിതങ്ങൾക്ക് ആരുണ്ട് താങ്ങെന്ന് ആശങ്കപ്പെടുന്ന നിസ്സഹായരായ മനുഷ്യർ. എൻഡോസൾഫാൻ ഇരകൾക്ക് സമഗ്രമായ പുനരധിവാസം എന്നതായിരുന്നു സഹജീവനം സ്നേഹഗ്രാമം പദ്ധതിയിൽ സർക്കാരിന്റെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി കാസർഗോഡ് മുളിയാർ പഞ്ചായത്തിലെ ബോവിക്കാനത്ത് പ്ലാന്റേഷൻ കോർപ്പറേഷൻ നൽകിയ 25 ഏക്കർ സ്ഥലത്ത് സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിൽ സഹജീവനം സ്നേഹഗ്രാമം രൂപീകരിച്ചു. ഈ പദ്ധതിയിൽ എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമ പദ്ധതി 4 ഘട്ടങ്ങളിലായി നടപ്പിലാക്കാനായിരുന്നു പദ്ധതിയിട്ടിരുന്നത്. ആദ്യഘട്ടത്തിലെ തെറാപ്പി ക്ലിനിക്ക് മാത്രമാണ് ആകെ നടപ്പിലായത്. ഈ വീട്ടിൽ തന്നെ 4 പേരുണ്ട്. ഈ 4 പേർക്ക് വേണ്ടി അവരുടെ പെങ്ങൾ, 4 പേരും പുരുഷന്മാരാണ്. 4 പേരും മാനസിക വെല്ലുവിളി നേരിടുന്നവരാണ്. അവർക്ക് വേണ്ടി ഒരു പെങ്ങൾ കല്യാണം പോലും നടത്താതെ കിടക്കുകയാണ്. ഇതൊരു വീട്ടിൻ്റെ മാത്രം കാര്യമല്ല. കാസർഗോഡിൻ്റെ നിരവധി വീടുകളിൽ ഈ ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പം 5 ലക്ഷം കൊടുത്തോടുകൂടി അല്ലെങ്കിൽ കുറച്ച് മരുന്ന് കൊടുത്തോടുകൂടി എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു എന്നുള്ള ധാരണ ഒരിക്കലും ശരിയാവില്ല. എൻഡോസൾഫാൻ ഇരകളുടെ ഭാവി ജീവിതത്തെ സുരക്ഷിതമാക്കുന്ന സമഗ്ര പദ്ധതിയാണ് പണ്ടുമുതലേ ഉയരുന്ന ആവശ്യം. എൻഡോസൾഫാൻ ഇരകൾ വർഷങ്ങളോളം അനുഭവിച്ച അതേ അവഗണന പുനരധിവാസ ഗ്രാമത്തിന്റെ പൂർത്തീകരണത്തിലും ഉണ്ടാകുന്നു എന്നാണ് ഉയരുന്ന ആക്ഷേപം. ആദ്യഘട്ടത്തിലുള്ള കരുതലും തുടർ ചർച്ചകളും പദ്ധതി അവലോകനങ്ങളും പിന്നീടുണ്ടായില്ല എന്നതാണ് യാഥാർത്ഥ്യം. കേവലം പെൻഷനും നഷ്ടപരിഹാരവും മാത്രം കൊടുത്തുകൊണ്ട് പരിഹരിക്കാവുന്നതല്ല എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ജീവിതം. അതിനുദാഹരണങ്ങളാണ് കാസർഗോഡ് ജില്ലയിലെ ഇത്തരം വീടുകൾ, അവിടുത്തെ മനുഷ്യരുടെ ജീവിതങ്ങൾ. അതുകൊണ്ട് സർക്കാർ അടിയന്തരമായി ഇവരെ പരിഗണിച്ചേ മതിയാവൂ. കാസർഗോഡ് എടനീരിൽ നിന്നും ക്യാമറ പേഴ്സൺ ജെറിൻ കാട്ടൂരിനോടൊപ്പം രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം.